രാജേഷ് പിള്ള അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിശദാംശങ്ങൾ സമീർ വാഴും. സമീർ, മരണം സ്ഥിരീകരിച്ചുവോ? മരണം സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അടുത്ത് സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ, ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയാണോ? പ്രജീഷെ 11:45 മരണം സംഭവിച്ചത്. അദ്ദേഹത്തെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നതാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായും മരുന്നുകളോട് ഒരർത്ഥത്തിലും പ്രതികരിച്ചിരുന്നില്ല. വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. 11:45 ഔദ്യോഗികമായി ഈ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. അത് സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഈ ചലച്ചിത്ര മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ള വേട്ട എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം. അതിന്റെ വേളയിലും പല തവണ അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലേക്ക് നിരവധി തവണ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരികയും ഈ ചിത്രത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അത്തരത്തിലുള്ള ആത്മാർത്ഥപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിനെ തുടർന്ന് അത് ഇന്നലെ സിനിമ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. ഇന്നലെ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയ അതേ ദിവസം തന്നെ അദ്ദേഹം ഇത്തരത്തിൽ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായി എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിൽ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. നേരത്തെ മരണം സംഭവിച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 2005 ആണ് അദ്ദേഹം ആദ്യമായി മലയാള ചലച്ചിത്ര രംഗത്തേക്ക്, സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രാജേഷ് പിള്ള മലയാളികൾക്ക് പരിചിതമാവുന്നത്. ആ ചിത്രം വലിയ നേട്ടം ഉണ്ടാക്കിയില്ല എങ്കിൽ കൂടി, വലിയ ഹിറ്റായില്ല എന്നതിനാൽ കൂടി അദ്ദേഹം തുടർന്ന് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടവനായി മാറുന്നത് 2011 പുറത്തിറങ്ങിയിട്ടുള്ള ട്രാഫിക് എന്ന ചിത്രമാണ്. നവ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ പിതാവ് എന്ന രീതിയിൽ കൂടി അദ്ദേഹം പ്രശസ്തനായി. അത്തരത്തിൽ ഒരു മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു സംവിധായകൻ കൂടിയാണ് രാജേഷ് പിള്ള. 5 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ 4 പൂർത്തീകരിക്കുകയും 4 തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. ഒരു ചിത്രം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ മറ്റൊരു കാരണത്താൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധനാവുകയും ചെയ്തു. തുടർന്ന് മിലിയായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രം. ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് വേട്ട. അത് ഇന്നലെ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തെ മലയാളികൾ ഏറെ അനുസ്മരിക്കുന്നത് ട്രാഫിക് എന്ന ഒരു ചിത്രത്തിലൂടെ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഒരു മാറ്റം, വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിനും ഒരു തുടക്കത്തിനും ആണ് അദ്ദേഹം ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ട രീതിയിൽ ചിന്തിക്കുന്നതിനും സിനിമകൾ പിടിക്കുന്നതിനുമുള്ള ഒരു തുടക്കം കൂടിയായിരുന്നു ട്രാഫിക് എന്ന ചിത്രം. മലയാളികൾ അദ്ദേഹത്തെ നെഞ്ചേറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരേ ഒരു ചിത്രത്തിലൂടെ മുൻനിര സംവിധായകരിലേക്ക് ഉയർന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത്. തീർച്ചയായും സമീർ, അവിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം. കാരണം അസുഖത്തിന്റെ അവസ്ഥയിൽ പോലും, രോഗാവസ്ഥയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കൂടി തൻ്റെ ചിത്രം ഏത് രീതിയിലും പൂർത്തിയാക്കുക. ഒരുപക്ഷെ വലിയ ഒരു ചരിത്രത്തിന്റെ ഒരുപക്ഷെ കറുത്ത ഓർമ്മപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ വേട്ട എന്ന ചിത്രം അത് പൂർത്തിയാക്കിയ ശേഷം റിലീസ് ചെയ്യാനിരിക്കുന്ന ആ ദിവസം അദ്ദേഹം ആശുപത്രി കിടക്കയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുവരെ ഏറ്റെടുത്ത സിനിമയെ പൂർത്തീകരിക്കുക എന്ന ആ ഒരു വളരെ സവിശേഷമായൊരു ദൗത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പച്ചയായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം, അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് എന്തായാലും വ്യക്തമാകുന്നത്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന വളരെ ചുരുക്കം സംവിധായകരിൽ ഒരാളായി ചരിത്രത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം. സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെയൊക്കെ ഓർത്തെടുത്താൽ എത്രത്തോളം വിടവാണ് ഒരു പക്ഷേ രാജേഷ് പിള്ളയിലൂടെ മലയാള സിനിമയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഒരു ആരുമായും നമ്മൾ താരതമ്യം ചെയ്താൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മാത്രം പല തവണ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ
നിർദ്ദേശമുണ്ടായിരുന്നു. ഇനി തീർച്ചയായും ഒരു വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്രമത്തിന് ശേഷമേ ഇനി ഇത്തരത്തിലുള്ള തൊഴിലിലേക്ക് പോകാവൂ എന്നത് സംബന്ധിച്ച് പലതവണ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ തന്റെ ദൗത്യവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും അതിനുവേണ്ടി അതിനുള്ള പരിശ്രമം നടത്തുകയും അതിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു. അതുമാത്രമല്ല അതിന്റെ ഫൈനൽ മിക്സിംഗ് വേളയിലും അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലാകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വീണ്ടും മാറി വരികയും അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ ചിത്രീകരണത്തിന്റെ വേട്ട എന്ന ചിത്രം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെടുകയും അതിനെ പൂർത്തീകരിച്ച് അത് ഇന്നലെ റിലീസായി. ആ റിലീസായ ദിവസം അദ്ദേഹം ആശുപത്രിയിലായി എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത അങ്ങേയറ്റം പ്രശംസനീയമാണ്. മറ്റ് ആർക്കും ഒരുപക്ഷെ മറ്റ് സംവിധായകർക്കോ മറ്റ് മേഖലയിലുള്ള ആർക്കും തന്നെ ഒരുപക്ഷെ അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആത്മാർത്ഥത തന്നെയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിനോട് കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സമീറിലേക്ക് മടങ്ങിയെത്താം. സിനിമാ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഒരു പക്ഷേ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സമകാലിക മലയാള സിനിമയിലെ മാറി നടക്കലായിരുന്നു രാജേഷ് പിള്ള. 11 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 5 സിനിമകൾ മാത്രം ചെയ്ത രാജേഷ് പിള്ള ശ്രദ്ധേയനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിശദാംശങ്ങൾ ജീവിതരേഖയിലൂടെയുള്ള ഒരു എത്തിനോട്ടം അനിവാര്യമായിരിക്കുന്നു. ധന്യ ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. ധന്യ സൂചിപ്പിച്ചതുപോലെ പറയത്തക്ക നമ്പറുകൾ 11 വർഷത്തെ ഒരു ചലച്ചിത്ര ജീവിതം അല്ലെങ്കിൽ സിനിമയായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സംവിധായക നിലയിൽ അത്രത്തോളം സിനിമകൾ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അതൊന്നും കടക്കാതെ ചുരുക്കം ചില സിനിമകൾ മാത്രം മലയാളിക്ക് സംഭാവന ചെയ്യുക, അതുവഴി വളരെ ബൃഹത്തായ ഒരു ലോകം ഒരുപക്ഷെ മലയാളിക്ക് മുന്നിലേക്ക് ചലച്ചിത്ര മേഖലയിലേക്ക് ഇട്ടുതരുന്ന ഒരു സംവിധായകനാണ് ഒരുപക്ഷെ രാജേഷ് പിള്ളയിലൂടെ നമ്മൾ കണ്ടത്. അങ്ങനെയൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ എത്രത്തോളം അർത്ഥവത്തായിരുന്നു വലിയ മലയാള സിനിമയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ചില സിനിമകൾ, അതൊക്കെ നൽകിയ സന്ദേശങ്ങൾ എങ്ങനെയായിരുന്നു? രാജേഷ് പിള്ളയുടെ ജീവിത രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിലൂടെ ഒക്കെ ഒരു എത്തിനോട്ടം നടത്തിയാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിവിലേക്കായി. പ്രജേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ചില വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പുതിയൊരു അനുഭവം നൽകിയ സംവിധായകൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ നഷ്ടമായി തന്നെ കാണേണ്ടതാണ്. കാരണം രാജേഷ് പിള്ളയെ സംബന്ധിച്ച് 5 ചിത്രങ്ങളെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നുള്ളൂവെങ്കിലും ഈ 5 ചിത്രങ്ങളും ചരിത്രത്തിൽ ഇടം നേടാൻ പറ്റിയ ചിത്രങ്ങളാണ്. ആദ്യം ചെയ്ത ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രമാണെങ്കിൽ കൂടി പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഒരു യുവതലമുറ അത്രത്തോളം 2 കൈകളും നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമായിരുന്നു. വേണ്ടത്ര വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും വീണ്ടും ഒരു തിരിച്ചുവരവ് 2011 ഒരു തിരിച്ചുവരവ് നടത്തിയത് ട്രാഫിക്കിലൂടെ. ട്രാഫിക് അന്നുവരെ മലയാളി പ്രേക്ഷകർ കാണാത്ത ഒരു ചിത്രം, ഇല്ലെങ്കിൽ കാണാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു തിരക്കഥയും അങ്ങനെ ഒരു ചിത്രവും സംവിധാനം ചെയ്ത് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി. അത്രയും ആക്ടേഴ്സിനെ വെച്ച് ഒരുപാട് നടന്മാർ, ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, അനൂപ് മേനോൻ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സിനെ വെച്ചൊരു ചിത്രം അദ്ദേഹം ശരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നതുപോലെ തന്നെയാണ് ചെയ്തത്. കാരണം ഒരു ഹൃദയം കൈമാറുക ഇല്ലെങ്കിൽ ഹൃദയം ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെ ഒരു കാര്യത്തെ കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായി. കാരണം ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഒരു സംവിധായകൻ ചിന്തിക്കുന്നത് അയാൾ ഒരു കലാകാരൻ ആയിരുന്നില്ല എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ്. കാരണം ഒരു നല്ല മനുഷ്യ സ്നേഹിക്ക് മാത്രമേ അത്തരത്തിലൊരു കഥ ചിന്തിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. പിന്നെ വന്ന ചിത്രം മിലിയാണ്. മിലിയും തീർത്തും പ്രേക്ഷകന്റെ മനസ്സിൽ തട്ടിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. മിലിയെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ രാജീവ് പിള്ള കാണിച്ച ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ പ്രേക്ഷകരെ കാണിച്ച മിലി ഒരു സാധാരണ പെൺകുട്ടി ഇല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്ത് ജനിച്ച് പിന്നെ സിറ്റിയിലെത്തി ജീവിക്കുന്ന ഇല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ രാജേഷ് പിള്ള ഭീകരമായി തന്നെ ഇല്ലെങ്കിൽ മനോഹരമായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയിരുന്നത് ട്രാഫിക്കിന്റെ ഹിന്ദി പതിപ്പായിരുന്നു. ഹിന്ദിയിലും മലയാളത്തിൽ ചെയ്തതുപോലെ തന്നെ അത്രയും ഒരു വിജയം ഹിന്ദിയിലുണ്ടായില്ലെങ്കിലും മലയാളത്തിൽ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയോടെ ഇല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഹിന്ദിയിലേക്ക് അത് എത്തിയപ്പോഴും ഹിന്ദി പ്രേക്ഷകരും ഇല്ലെങ്കിൽ ഇന്ത്യ ഒന്നാകെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. കാരണം അത്രത്തോളം നല്ലൊരു സബ്ജക്റ്റ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തത് ഇല്ലെങ്കിൽ അദ്ദേഹം അത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത് വളരെ വ്യത്യസ്തമായും ഇല്ലെങ്കിൽ പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ ചിത്രത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പിന്നെ
പിന്നെ അവസാനമായി ഇന്നലെ റിലീസ് ചെയ്ത വേട്ടയാണ്. വേട്ടയുടെ സമയത്ത് ഇല്ലെങ്കിൽ ചിത്രീകരണ വേളയിൽ അദ്ദേഹത്തിന് ഒട്ടും സുഖമില്ലാതാവുകയും അദ്ദേഹത്തിന് ഈ കരൾ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ന്യൂമോണിയ പിടികൂടിയതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തകർച്ച. ഇതിന്റെ അവസാന നാളുകൾ, ചിത്രം റിലീസ് ചെയ്യുന്നതിന്റെ ഇതിന്റെ ഫൈനൽ മിക്സിംഗ് നടക്കുന്ന നാളുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ കഴിയാതെ, ഷൂട്ടിംഗ് വേളകളിൽ പോലും അദ്ദേഹത്തിന് അതിൽ പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഷൂട്ടിംഗ് വേളകളിൽ പോലും ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത ഇല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് പോലും പറയുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഓരോ സീൻസും എടുക്കാൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും ആ ഒരു ആത്മാർത്ഥത കൊണ്ടും മാത്രമാണ് അദ്ദേഹം അത്രയും വേദനയും ഇല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടും സഹിച്ച് ആ നാളുകളിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് ആ നടന്മാരൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ ന്യൂമോണിയ ബാധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറെ തളർത്തിയിരുന്നു. കാരണം ഓൾറെഡി ഒരു കരൾ രോഗിയായിരിക്കെ അതിൻ്റെ കൂടെ ഇത്തരത്തിലൊരു അസുഖം കൂടെ വന്നപ്പോൾ അദ്ദേഹം മാനസികമായും ശാരീരികമായും തളർന്നപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് തന്നെ അയാൾക്ക് വലിയൊരു ആകാംക്ഷ, ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയില്ലേ എന്നൊരു രീതിയിൽ തന്നെ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം അത്രയും പ്രതീക്ഷ അർപ്പിച്ച ഒരു ചിത്രമായിരുന്നു വേട്ട. പക്ഷെ അത് ആ വേട്ട പോലും കാണാൻ കഴിയാതെയാണ് ആ പ്രിയപ്പെട്ട സംവിധായകൻ നമ്മളോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. ധന്യ, ഒരുപക്ഷെ ട്രാഫിക് എന്ന ചിത്രം ആ സമയത്ത് മലയാള സിനിമ ഒരുപക്ഷെ പ്രേക്ഷകരിൽ നിന്നൊക്കെ തന്നെ അന്യമാകുന്ന ഒരു ഘട്ടത്തിലാണ് വ്യത്യസ്തമായ ഒരു ട്രാക്ക് സൃഷ്ടിച്ചുകൊണ്ട് ട്രാഫിക് എന്ന സിനിമ മലയാളിക്ക് ഒരുപക്ഷെ രാജേഷ് പിള്ളയിലൂടെ തന്നെ മലയാളിക്ക് പകർന്നു നൽകുന്നത്. ഇത്തരത്തിൽ അതിനു മുൻപ് താനെടുത്ത ചുരുക്കം ചില സിനിമകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോഴും പല സംവിധായകരുമായി അദ്ദേഹം പല നിർമ്മാതാക്കളെ അദ്ദേഹം സമീപിക്കുന്ന ഒരു സാഹചര്യം, പലരും ഒഴിഞ്ഞു മാറുന്നു. വലിയ പ്രതിബന്ധം നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ട്രാഫിക് ഒക്കെ തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ തന്നെ എത്തുന്നത്. അപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ ഒരു നിശ്ചയദാർഢ്യം പലതര വെല്ലുവിളികളും ഒരുപക്ഷെ നേരിട്ടുകൊണ്ട് പലരും ഒരുപക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന ആ മാനസിക ഘട്ടങ്ങളൊക്കെ തന്നെ പിന്നിട്ടിട്ടും സിനിമ എന്ന വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സംവിധായകൻ, ഒരുപക്ഷെ മലയാളത്തിൽ ചുരുക്കം ചില സംവിധായകരെ മാത്രമേ അത്തരത്തിൽ എണ്ണിക്കാണിക്കാൻ കഴിയുള്ളൂ. അവരുടെ പട്ടികയിലേക്ക് ചുരുക്കം ചില സിനിമയിലൂടെ ഉന്നത സംവിധായകരുടെ പട്ടികയിലേക്ക് ഇടം നേടുന്ന രാജേഷ് പിള്ള ഇങ്ങനെയൊക്കെ തന്നെ വിലയിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം അതെന്തായാലും ഒരു ചരിത്രത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു അനിവാര്യത ആയിരിക്കാമെങ്കിൽ കൂടിയും എങ്ങനെയാണ് ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് ഈ വിട ഒരു പക്ഷേ നിൽക്കുക? പലരും മാഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ മലയാള സിനിമയെ വലിയ തോതിൽ ഉണർത്തിയ ഒരു സംവിധായകൻ്റെ വേർപാട് ഈ കാലഘട്ടത്തിൽ എത്രത്തോളം വിടവായിരിക്കും ഉണ്ടാക്കുക? തീർച്ചയായും ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നവസിനിമ തരംഗത്തിന് തന്നെ തുടക്കമിട്ടത് രാജേഷ് പിള്ളയുടെ ട്രാഫിക് ആയിരുന്നു. അത് ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയണം. കാരണം ഒരു നവസിനിമ തരംഗം എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി അത്തരത്തിലൊരു സിനിമ അത് ഒരുപാട് ജീവിതങ്ങളിലേക്ക് എത്തി നോക്കിയ ഒരുപാട് പേരുടെ കഥകൾ പറഞ്ഞ ഒരു ചിത്രമായിരുന്നു. കാരണം അത്തരത്തിലൊരു ചിത്രം അതിനു മുമ്പ് മറ്റൊരു സംവിധായകരും ചരിത്രത്തിൽ ഇടം പിടിച്ചോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ അത്രയും ടച്ച് ചെയ്ത ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് സംവിധായകർ ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിലും രാജേഷ് പിള്ളയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. കാരണം അത്തരത്തിലൊരു ചിത്രം ചെയ്യുക ഇല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് എത്ര പ്രാധാന്യമുണ്ട്, ഒരു മാനുഷിക ഇല്ലെങ്കിൽ അയാളുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ അയാൾ ഉൾപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ആ ഒരു ചിത്രം. കാരണം നല്ലൊരു മനസ്സിനുടമ, അതിനേക്കാൾ ഉപരി നല്ലൊരു സംവിധായകൻ കൂടിയായപ്പോൾ ആ ചിത്രം ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് എത്തുകയും പ്രേക്ഷകർ അത് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. കൂടാതെ സംവിധായകരുടെ ഇല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന സംവിധായകർ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ലൈനിൽ ഉള്ള ആളുകളിൽ ഒരാൾ രാജേഷ് പിള്ളയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകി, ചുരുങ്ങിയ ചിത്രങ്ങളാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകി ഇത്തരത്തിൽ യുവ തലമുറയുടെയും ഇല്ലെങ്കിൽ പഴയ തലമുറയുടെയും മനസ്സിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തീർച്ചയായും ധന്യ, ഒരുപക്ഷെ മലയാള സിനിമയെക്കുറിച്ച് ഒരുപക്ഷെ പ്രേക്ഷകന് ചില സിനിമകൾ അനുഭവവേദ്യമാകുന്നത് പല വിയോഗങ്ങളും അല്ലെങ്കിൽ പ്രമുഖരുടെയൊക്കെ തന്നെ വിയോഗങ്ങളിൽ ചിലതൊക്കെ തന്നെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വാചകങ്ങളായി രൂപപ്പെടുത്തുന്നു. പക്ഷേ രാജേഷ് പിള്ളയുടെ കാര്യത്തിൽ കലർപ്പില്ലാതെ, കാരണം ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത് 11 വർഷം എന്ന വലിയ ഒരു
കാലയളവിൽ ഒരു വ്യാഴവട്ടക്കാലത്തോളം സിനിമയോട് ഇഴചേർന്നിട്ട് കൂടി എന്തേ 5ഓളം ചിത്രങ്ങൾ. പക്ഷേ ആ ചിത്രങ്ങൾ നൽകിയ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ചരിത്രത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ രാജേഷ് പിള്ള എന്ന വ്യക്തിയെ നമ്മൾ നാളെ ഒരു പക്ഷേ ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് ട്രാഫിക് എന്ന ഒരൊറ്റ ചിത്രത്തോടു കൂടി വളരെ അനുഭവവേദ്യമാകുന്നത് അവിടെയുള്ള ഒരു മാനുഷിക നന്മ ഉണർത്തുന്ന ഒരു ചിത്രം കൂടി. ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഇനിയും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒട്ടേറെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. ട്രാഫിക്കിന്റെ സിനിമ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് നേരിട്ട വെല്ലുവിളികൾ ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അങ്ങനെ ഒട്ടേറെ നല്ല സിനിമകൾ പൂർത്തീകരിക്കണം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് അദ്ദേഹം സിനിമയോട് അത്രത്തോളം ചേർന്ന് തൻ്റെ ആരോഗ്യാവസ്ഥയിലും അദ്ദേഹം മുന്നോട്ട് പോയത്. അത്തരത്തിലൊക്കെ ഒരു ചിന്തിച്ചാൽ മലയാള സിനിമയ്ക്ക് രാജേഷ് പിള്ളയിലൂടെ നഷ്ടമാകുന്നത് ഏത് രീതിയിലുള്ള ഒരു പക്ഷേ കാലഘട്ടം, മലയാള സിനിമയുടെ ആ കാലഘട്ടം ഏത് രീതിയിലായിരിക്കും? പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ട് മാത്രം പറയാവുന്ന ഒരു നഷ്ടമല്ല രാജേഷ് പിള്ളയുടേത്. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ പലതും ഇപ്പോൾ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമകളാണെങ്കിൽ പോലും അത് എല്ലാ ജനറേഷനും ഒരേപോലെ എല്ലാവർക്കും ഒരുപോലെ കാണാനും ഇല്ലെങ്കിൽ ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം. ഇപ്പോൾ ട്രാഫിക്കിനെ കുറിച്ച് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ട്രാഫിക് ശരിക്കും മനുഷ്യന് അത് അത്രയും ഉൾക്കൊണ്ട് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. കൂടാതെ മിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിലിയിൽ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സിനെ വെച്ച് ഇല്ലെങ്കിൽ കുറച്ച് ആളുകളെ വെച്ച് ഒരു വലിയ സിനിമ തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എന്നും പ്രേക്ഷകന്റെ മനസ്സുകളിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ചിത്രങ്ങളാണ്. അത്തരത്തിലൊരു ചിത്രത്തെ നൽകാൻ ഇല്ലെങ്കിൽ ചിത്രങ്ങളെ നൽകാൻ അദ്ദേഹത്തിന് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രൊജക്ടുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഈ വേട്ടയ്ക്ക് ശേഷം തന്നെ വേട്ടയും അദ്ദേഹം വളരെ വ്യത്യസ്തമായാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് കണ്ടവർ പറഞ്ഞതിൽ നിന്നും അറിയുന്നത്. അതുകൊണ്ട് ഇനിയും വ്യത്യസ്തമായ കഥകൾ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കാൻ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതങ്ങളിലൂടെ ഒരു യാത്ര, സാധാരണക്കാരന് ഒരു യാത്ര നടത്താൻ പറ്റുന്ന ചിത്രങ്ങൾ പ്രേക്ഷകന് തരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരുന്നു. ഒരുപാട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സംവിധായകനെ ഇല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യ സ്നേഹിയെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം കാണാൻ. ഒരുപക്ഷെ മിലി എന്ന സിനിമ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു കാമ്പ് മലയാളിക്ക് അനുഭവവേദ്യമാക്കുന്നു. കാരണം സ്നേഹത്തിന്റെ മറ്റൊരു അധ്യായം തുടർന്നിടുന്നു. അങ്ങനെ ട്രാഫിക് നോക്കിയാലും മിലി നോക്കിയാലും മറ്റ് ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു വ്യത്യസ്തമായ ഒരു ട്രാക്ക് എപ്പോഴും തുറന്നിടുകയായിരുന്നു. അത്തരത്തിൽ സിനിമകളുടെ സാരാംശങ്ങളിലേക്ക്, അംശങ്ങളിലേക്ക് ഒരു പക്ഷേ കണ്ണോടിച്ചാൽ മിലി എന്ന ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മിലി ശരിക്കും ഒരു സാധാരണക്കാരന് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു കൂട്ടുകാരി ഇല്ലെങ്കിൽ ഒരു അനിയത്തി, ചേച്ചി, ഭാര്യ, അമ്മ, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഓരോ കഥാപാത്രത്തെയും അതിൻ്റെതായ തന്മയത്വത്തോടുകൂടി സിനിമയിൽ ഉൾപ്പെടുത്തുകയും ആ ക്യാരക്ടറിന് ഇപ്പോൾ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ ആ അച്ഛൻ്റെ ക്യാരക്ടർ ഏത് രീതിയിലാണ് ജീവിതത്തിൽ അത് ഒരു മകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നത് ആ ചിത്രത്തിലൂടെ ശരിക്കും കാണിക്കാൻ കഴിയുകയും ഒരു മകൾ എങ്ങനെ ഇരിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി സിറ്റിയിലെത്തി ജോലി കിട്ടി അവിടെ ജീവിക്കാൻ ഉണ്ടാവുന്ന ആ പെൺകുട്ടിയുടെ കഷ്ടപ്പാടുകളും ഇല്ലെങ്കിൽ അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പുതിയ പുതിയ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഒരു സ്ത്രീപക്ഷ സിനിമയിൽ നിന്നൊന്നും അതിനെ ഒരിക്കലും പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്ന ഇല്ലെങ്കിൽ അതും ഒരു അമ്മയില്ലാത്ത പെൺകുട്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ച ഇല്ലെങ്കിൽ അവളുടെ അവസ്ഥകളിലൂടെ കണ്ണോടിക്കാൻ സാധിച്ച അവളെ മനസ്സിലാക്കാൻ കഴിയാൻ അങ്ങനെയൊക്കെ ആ ഒരു സംവിധായകന് ഈ ഒരു മിലി എന്ന ചിത്രത്തിലൂടെ തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന വേട്ടയെക്കുറിച്ച് എനിക്ക് ഒരുപാട്, കാരണം വേട്ട ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയതേ ഉള്ളൂ, നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് വേട്ടയെക്കുറിച്ച് വരുന്നത്. പിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്നൊരു ചിത്രം ആ ഒരു കാലഘട്ടത്തിൽ 2005, 2006 ആ ഒരു സമയത്താണ് ആ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ആ സമയത്തെ യുവാക്കളിൽ ഇല്ലെങ്കിൽ യുവതികളിൽ ആ ഒരു ജനറേഷന് വളരെ നല്ല രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ടോ ആ സിനിമ കുറച്ച് പുറകോട്ടായിരുന്നു നിന്നിരുന്നത്. എങ്കിൽ പോലും ആ ചിത്രത്തെ ഒരുപാട് പ്രേക്ഷകർ സ്നേഹിച്ച് അങ്ങനെ രാജേഷ് പിള്ള എന്നൊരു സംവിധായകൻ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നില്ലെങ്കിൽ പോലും ചിത്രത്തെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് 2011 വലിയൊരു തിരിച്ചുവരവായിരുന്നു. രാജേഷ് പിള്ള എന്ന സംവിധായകനെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ആ ഒരു ചിത്രത്തിലൂടെയാണ്. ട്രാഫിക് തന്നെയാണ് രാജേഷ് പിള്ളയുടെ എക്കാലവും ഓർമ്മയിൽ
നിൽക്കുന്ന ചിത്രവും അദ്ദേഹത്തെ പ്രേക്ഷകരോട് അടുപ്പിച്ച ചിത്രവും. യെസ്, തന്നെയാണ് വിവരങ്ങൾ. ജീവിതരേഖ, പൂർണ്ണ ജീവിതരേഖ രാജേഷ് പിള്ളയുടെ പകർന്നു നൽകിയത്. സമീർ വാഴങ്ങോടിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സമീർ, അന്ത്യം സംഭവിച്ച സ്ഥിരീകരണം വന്നതിന് ശേഷം ആശുപത്രിയിൽ ഇപ്പോൾ സഹപ്രവർത്തകർ, ജീവിതത്തിൽ സുഹൃത്തുക്കൾ, ഒപ്പം നിന്നവരൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിത്തുടങ്ങിയോ? പ്രതീക്ഷ നിരവധി പേർ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് സിദ്ദീഖ്, ആഷിഖ് അബു, അതോടൊപ്പം തന്നെ രഞ്ജി പണിക്ക്, ആസിഫ് അലി തുടങ്ങിയവർ എത്തിയിരുന്നു. ഒപ്പം മുൻ MP പി രാജീവ് അടക്കമുള്ളവരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് കൊച്ചിയിൽ തന്നെയായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾ എന്നാണ്. ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവില്ല. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ആയിരിക്കും. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ പൊതുദർശനത്തിന് വെക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം നാളെ ആയിരിക്കും സംസ്കരിക്കുക. കൊച്ചിയിൽ തന്നെയായിരിക്കും സംസ്കരിക്കുക എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും മരണം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം 11:45 തന്നെ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ, അവരുടെ സംസ്കാരം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നാളെ ആയിരിക്കും സംസ്കാരമെന്നും കൊച്ചിയിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, സമീർ വാഴങ്ങോടാണ് വിശദാംശങ്ങൾ, രാജേഷ് പിള്ളയുടെ മരണം സംബന്ധിച്ച വിശദാംശങ്ങൾ ആശുപത്രിയിൽ നൽകിയത്.